ബഹുമാന്യനായ അധ്യക്ഷൻ, ഈ ജാഥയുടെ ഉപനായകൻ കൂടിയായിട്ടുള്ള ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ബാസിത് താനൂർ, ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സമാദരണീയനായ സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി, ഏറെ പ്രിയങ്കരനായ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ പ്രഥമ സംസ്ഥാന പ്രസിഡൻറ്റും പാർട്ടിയുടെ മലപ്പുറം ജില്ലാ പ്രസിഡൻറ്റുമായിട്ടുള്ള കെ വി സഫീർ ഷാ അവർകൾ, പാർട്ടിയുടെ വേങ്ങര മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞാലി മാഷ്, തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് സാബിർക്ക, ബഹുമാന്യനായ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം പ്രിയപ്പെട്ട ശ്രീ ദാമോദരൻ പനക്കൽ, ഈ ജാഥാംഗങ്ങളായിട്ടുള്ള പ്രിയങ്കരനായ വൈസ് പ്രസിഡന്റ് ഫയാസ് ഹബീബ്, ജില്ലാ സെക്രട്ടറി മുൻഷിദ ലുക്കുമാൻ, ജില്ലാ സെക്രട്ടറി സുജിത്ത്, മണ്ഡലം പ്രസിഡന്റുമാരായ വേങ്ങര മണ്ഡലം സെക്രട്ടറി നിഹാദ്, വള്ളിക്കുന്ന് മണ്ഡലം പ്രസിഡന്റ് റഷീദ്, കോട്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് ഹാദി സമാൻ, അതുപോലെ ഈ ജാഥയിലെ സ്ഥിരാംഗമായിട്ടുള്ള പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് വി ടി എസ് ഉമർ തങ്ങൾ, പാർട്ടിയുടെയും ഫ്രട്ടേണിറ്റിയുടെയും നേതാക്കൾ, ഞങ്ങൾ ശ്രവിക്കുന്ന നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ, നേരത്തെ ഉദ്ഘാടന പ്രഭാഷണത്തിലും അധ്യക്ഷ പ്രഭാഷണത്തിലും സൂചിപ്പിച്ചതുപോലെ വളരെ ചരിത്രപരമായ ഒരു നിയോഗം ഏറ്റെടുത്തുകൊണ്ടാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ഈ നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. 1931 തുടങ്ങുകയും വർഷങ്ങളോളം നീണ്ടു നിൽക്കുകയും ചെയ്തിട്ടുള്ള കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട ഒരു ചരിതമാണ് നിവർത്തന പ്രക്ഷോഭം. പ്രത്യേകിച്ചും കേരളത്തിലെ തിരുവിതാംകൂർ മേഖലയിൽ മുസ്ലിം, ഈഴവ, ക്രിസ്ത്യൻ സമുദായം പൊതുമേഖലയിൽ അവർ അനുഭവിച്ചിരുന്ന പിന്നാക്കാവസ്ഥയെ ഉയർത്തിക്കൊണ്ട് കേരളത്തിൽ നടത്തിയിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള ഒരു സമരമായിരുന്നു നിവർത്തന പ്രക്ഷോഭം. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ PSC പോലെയുള്ള ഒരു പൊതു സംവിധാനം പിന്നീട് രൂപകൽപ്പന ചെയ്തത് യഥാർത്ഥത്തിൽ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഒരു ശേഷിയിരിപ്പായിട്ടാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ സമഗ്രമായ മാറ്റങ്ങൾക്ക് നിദാനം കുറിച്ച ഒരു വലിയ സമരം, അഥവാ അധികാര മേഖലകളിൽ, ഉദ്യോഗ മേഖലയിൽ, സർക്കാർ മേഖലയിൽ വ്യത്യസ്തങ്ങളായ സമുദായങ്ങൾ അനുഭവിച്ചിരുന്ന പിന്നാക്കാവസ്ഥയുടെ കാരണങ്ങളെ തേടിയും അതിന് പരിഹാരം നിർദ്ദേശിച്ചും കേരളത്തിൽ നടന്നിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള സമരമായിരുന്നു നിവർത്തന പ്രക്ഷോഭം. ആ പ്രക്ഷോഭത്തിൻ്റെ ഏതാണ്ട് 100 വർഷത്തോടടുക്കുന്ന ഘട്ടത്തിലാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് അതേ പേര് സ്വീകരിച്ചുകൊണ്ട് ഒരു പ്രദേശം എന്ന നിലക്ക് കേരളത്തിൽ സവിശേഷമായും മലബാറും വിശിഷ്യ മലപ്പുറവും അനുഭവിക്കുന്ന വിവേചനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ചും ഗവൺമെൻറ് സംവിധാനങ്ങളിൽ, പൊതു സംവിധാനങ്ങളിൽ മലബാറും മലപ്പുറവും അനുഭവിക്കുന്ന വളരെ ബോധപൂർവമായിട്ടുള്ള വിവേചനത്തെയും മാറ്റിനിർത്തലിനെയും ചോദ്യം ചെയ്ത് അതിനെ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടാണ് ഈ നിവർത്തന പ്രക്ഷോഭത്തിന് ഞങ്ങൾ തുടക്കം കുറിച്ചത്. ഞങ്ങളുടെ പ്രവർത്തന കാലയളവിൽ ഏതാണ്ട് 6 മാസം മുമ്പ് ഞങ്ങൾ നടത്തിയ ഐതിഹാസികമായിട്ടുള്ള മലപ്പുറം മെമ്മോറിയൽ സമരം, കേരളത്തിൽ 10ാം തരം പാസ്സാകുന്ന കുട്ടികൾക്ക് പഠിക്കാൻ മലപ്പുറത്ത് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത്, കേരളത്തിൽ 6000-ത്തിലധികം സീറ്റ് എല്ലാ വർഷവും മലപ്പുറത്ത് +1 സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അതുകൊണ്ട് മലപ്പുറത്ത് സീറ്റ് പ്രതിസന്ധി ഇല്ല എന്ന് മാത്രമല്ല, ഇവിടെ എക്സസ് ആണ് എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കൊണ്ട് തിരുത്തിച്ച് മലപ്പുറത്തേക്ക് മാത്രം 7800 സീറ്റ് വാങ്ങിച്ചു കൊടുത്ത പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. 6000 സീറ്റ് എക്സസ് ആണെന്ന് പറഞ്ഞ ഗവൺമെൻറ്റിനെ കൊണ്ട് 7800 പുതിയ സീറ്റ് നമ്മൾ നമ്മുടെ സമരത്തിലൂടെ വാങ്ങിച്ചെടുത്തില്ല. ഒരു അതിശയോക്തിയുമില്ലാതെ ആത്മാർത്ഥമായി, ആത്മാഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് പറയാൻ കഴിയും, കേരളത്തിലും മലബാറിലും മലപ്പുറത്തും ഈ സമരത്തിൻ്റെ, മലപ്പുറം അനുഭവിക്കുന്ന വിദ്യാഭ്യാസപരമായ വിവേചനത്തിൻ്റെ എതിരായിട്ടുള്ള സമരത്തിൻ്റെ നെടുനായകത്വം നിർവഹിച്ചത് ഞങ്ങളായിരുന്നു എന്ന് ഒരു അതിശയോക്തിയുമില്ലാതെ ഞങ്ങൾക്ക് പറയാൻ കഴിയും. അതിനർത്ഥം മറ്റ് സംഘടനകൾ ഇവിടെ സമരം നടത്തിയിട്ടില്ല എന്നല്ല, നേരെ മറിച്ച് ആ സമരത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്നതിൽ, അതിൻ്റെ ഡിമാൻഡിനെ കൃത്യപ്പെടുത്തുന്നതിൽ, അതിൻ്റെ പരിഹാരത്തെ നിർദ്ദേശിക്കുന്നതിൽ വളരെ ആസൂത്രിതവും അതുപോലെ ഹോംവർക്കും ചെയ്ത് പണിയെടുത്ത ദിവസങ്ങളോളം, മാസങ്ങളോളം
വ്യത്യസ്തങ്ങളായ സ്വഭാവത്തിൽ സമരരംഗത്ത് സജീവമായി നിലകൊണ്ട ഒരു സംഘടനയായിരുന്നു ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ്. ഞങ്ങളൊരു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം എന്ന നിലക്ക് പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികളും യുവാക്കളും അനുഭവിക്കുന്ന സവിശേഷമായിട്ടുള്ള വിവേചനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ നിവർത്തന പ്രക്ഷോഭത്തെ ഞങ്ങൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും 8 ആവശ്യങ്ങളാണ്. പൊതുരാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെയുള്ള വർത്തമാനങ്ങൾ ഇവിടെ പറഞ്ഞു, അതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പ്രധാനമായും 8 ആവശ്യങ്ങളാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ കേരളത്തിൽ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ചും സവിശേഷമായി നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്ന്, നേരത്തെ ബാസിത്താനൂർ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ 14 ജില്ലകളിൽ 13 ജില്ലകളിലും എയ്ഡഡ് തലത്തിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിലോ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. എന്നാൽ കേരളത്തിൽ സർക്കാർ തലത്തിലോ എയ്ഡഡ് തലത്തിലോ ഒരൊറ്റ എഞ്ചിനീയറിംഗ് കോളേജ് പോലും ഇല്ലാത്ത കേരളത്തിലെ ഒരേ ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. മലപ്പുറത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് 1/2 കോടിയാണ്. 1/2 കോടി മനുഷ്യർ വസിക്കുന്ന മലപ്പുറത്ത് ഇവിടെ വ്യത്യസ്തങ്ങളായ പാർട്ടികളും മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും മലപ്പുറം ജില്ല മാത്രം സവിശേഷമായിട്ട് വിവേചനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് മാത്രം, മലപ്പുറത്തിന് മാത്രം ഒരു എയ്ഡഡ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ല എന്നത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത്, നമ്മുടെ മങ്കട മണ്ഡലത്തിലെ പെരിന്തൽമണ്ണക്കടുത്തുള്ള അങ്ങാടിപ്പുറം ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ, ആ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ ക്യാമ്പസിൽ തന്നെ ഒരു പുതിയ എഞ്ചിനീയറിംഗ് കോളേജ് ഗവൺമെൻറ് തലത്തിൽ മലപ്പുറത്ത് സ്ഥാപിക്കണമെന്ന ഡിമാൻഡാണ് ഈ സമരത്തിലൂടെ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ഒന്നാമതായിട്ട് ഉയർത്തുന്നത്. അത് ഏതെങ്കിലും കൺവെൻഷനൽ കോഴ്സുകളുമായിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിനെ കുറിച്ചല്ല, പുതിയ കാലത്തോട് സംവദിക്കാൻ കഴിയുന്ന, പുതിയ കാലത്തെ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ന്യൂ ജനറേഷൻ കോഴ്സുകളോട് കൂടിയിട്ടുള്ള, സ്ട്രീമുകളോട് കൂടിയിട്ടുള്ള ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് മലപ്പുറത്ത് സ്ഥാപിക്കണമെന്ന ഡിമാൻഡാണ് ഈ സമരം ഒന്നാമതായിട്ട് മലപ്പുറത്തോടും കേരളത്തോടും ഉന്നയിക്കുന്നത്. രണ്ടാമതായിട്ട് നമുക്കറിയാം, പെരിന്തൽമണ്ണയിൽ നമ്മൾ വലിയ കൊട്ടിയാഘോഷിച്ച് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന ഒരു ഓഫ് ക്യാമ്പസ് ആണ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ്. പൊതുവെ മലപ്പുറത്തേക്ക് വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ഭരണകൂടം പറയാറുള്ള ഒരു വർത്തമാനം, മലപ്പുറത്ത് വലിയ അർത്ഥത്തിലുള്ള വികസനങ്ങൾക്ക് സ്ഥലമേറ്റെടുക്കുക പ്രയാസമാണ്. ഇവിടെ ജനസാന്ദ്രത കൂടിയിട്ടുള്ള ഒരു ജില്ല എന്നുള്ള അർത്ഥത്തിൽ, ജനസംഖ്യ കൂടിയിട്ടുള്ള ഒരു ജില്ല എന്നുള്ള അർത്ഥത്തിൽ വലിയ അളവിൽ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പര്യാപ്തമല്ലാത്ത പ്രതിസന്ധി മലപ്പുറത്തുണ്ട് എന്നാണ് ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കാറുള്ളത്. എന്നാൽ ഈ അഹമ്മദ് സാഹിബ് കേന്ദ്രമന്ത്രിയാകുമ്പോൾ പെരിന്തൽമണ്ണയിൽ ഒരു അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് സ്ഥാപിച്ചു. മലപ്പുറത്തുകാരൻ വളരെ ഉദാരമായി 343 ഏക്കർ ഭൂമി, 1-2 അല്ല, 343 ഏക്കർ ഭൂമി, അതും ഗവൺമെന്റ് നിശ്ചയിച്ച ഫണ്ട്, ഗവൺമെന്റ് നിശ്ചയിച്ച തുകക്ക് അവർ ദാനമായിട്ട് കൊടുക്കുകയായിരുന്നു. മലപ്പുറത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പരിവർത്തനമായി അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് വരുമല്ലോ എന്ന കാൽക്കുലേഷനിലാണ്, കണക്കൂട്ടലിലാണ് മലപ്പുറത്തുകാരൻ 343 ഏക്കർ ഭൂമി കൊടുത്തത്. നമ്മളത് കൊടുക്കുമ്പോൾ നമുക്ക് ഓഫർ ചെയ്യപ്പെട്ടത് ചുരുങ്ങിയത് ദക്ഷിണേന്ത്യയിലെ ഒരു അലിഗറായി, ഉത്തരേന്ത്യയിലെ അലിഗർ പോലെ ദക്ഷിണേന്ത്യയിലെ ഒരു അലിഗർ യൂണിവേഴ്സിറ്റിയെ പോലെ ചുരുങ്ങിയത് 5000 കുട്ടികളെങ്കിലും പഠിക്കുന്ന ഒരു സംവിധാനമായി അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ മലപ്പുറം ഓഫ് ക്യാമ്പസ് മാറും എന്ന പ്രഖ്യാപനമാണ് ആ കാലഘട്ടത്തിൽ ഉയർന്നത്. എന്നാൽ ആ ക്യാമ്പസ് വന്ന് 1.5 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ അവിടെ ആകെ കൂടി പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 400 ചില്ലാനം കുട്ടികളാണ്. അവിടെയുള്ള ആകെ കോഴ്സുകൾ എന്ന് പറയുന്നത് വെറും 3 കോഴ്സുകളാണ്. അവിടെ ആകെ കൂടിയുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സ് എന്ന് പറയുന്നത് 30 ആളുകളാണ്. നമ്മൾ എന്തിനാണ് 343 ഏക്കർ ഭൂമി കൊടുത്തത്? മലപ്പുറത്തുകാരൻ കൊടുത്ത 343 ഏക്കറിൽ സാധ്യമാകുന്ന വികസനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ നടത്തിയിട്ട് അതിനുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ വ്യത്യസ്തങ്ങളായ കോഴ്സുകൾ കൊണ്ടുവരാനുള്ള പരിശ്രമം നടത്താൻ ബാധ്യത കേരളം ഭരിച്ച മുന്നണികൾക്കും പാർട്ടികൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറയും, ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് 10 വർഷമായിട്ട് BJP ആണ് എന്നാണ്. മലപ്പുറത്തിന് ഒരു MP ഉണ്ട്,
മലപ്പുറത്തിന്റെ MP-യോട് വളരെ ബഹുമാന പുരസ്സരം ഞങ്ങൾ ചോദിക്കുന്നത്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസിലേക്ക് ആവശ്യമായിട്ടുള്ള വികസനം സാധ്യമാക്കാൻ താങ്കൾ എന്ത് നടപടിയാണ്, താങ്കൾ എന്ത് ഇടപെടലാണ് കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ നടത്തിയത് എന്ന ചോദ്യം വളരെ ബഹുമാന പുരസ്സരം ബഹുമാനപ്പെട്ട മലപ്പുറം MP-യോട് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനോടും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനോടും കേരള സർക്കാരിനോടും ഞങ്ങൾ ചോദിക്കുന്നത് എന്ത് ഇടപെടലാണ്? ഒരു ഗവൺമെന്റ് എന്ന അർത്ഥത്തിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസിന് ഞങ്ങൾ കൊടുത്ത 343 ഏക്കറിൽ വികസിപ്പിക്കാനുള്ള സൗകര്യങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ എന്ത് പണിയാണ് എടുത്തത് എന്ന് കേരളം 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന 9 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ഞങ്ങൾ ചോദിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്ന രണ്ടാമത്തെ ഡിമാൻഡ്, ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട 5000 കുട്ടികൾ പഠിക്കുന്ന ക്യാമ്പസായി പെരിന്തൽമണ്ണയിലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസിനെ അടിയന്തിരമായിട്ട് പരിവർത്തിപ്പിക്കണമെന്ന ഡിമാൻഡാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ നിവർത്തന പ്രക്ഷോഭത്തിലൂടെ ഉയർത്താൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു മെഡിക്കൽ കോളേജ് ഉണ്ട്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട നിരവധിയായ വർത്തമാനങ്ങൾ പറഞ്ഞു. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് ഒരു മെഡിക്കൽ കോളേജിന് അംഗീകാരം കൊടുക്കുക. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഒരു മെഡിക്കൽ കോളേജിന് അംഗീകാരം കൊടുക്കണമെങ്കിൽ അതിന്റെ ചട്ടപ്രകാരം നിരവധിയായിട്ടുള്ള ക്രൈറ്റീരിയ പറയുന്നുണ്ട്, മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. ആ മാനദണ്ഡങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ചുരുങ്ങിയത് 25 ഏക്കർ ഭൂമിയെങ്കിലും വേണമെന്നാണ്. എന്നാൽ നമുക്ക് കിട്ടിയ ഒരേ ഒരു മെഡിക്കൽ കോളേജ് മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജിലെ ജില്ലാ ജനറൽ ആശുപത്രിയും മെഡിക്കൽ കോളേജും സംയുക്തമായി നിലനിൽക്കുന്നത് 23 ഏക്കറിലാണ്. അഥവാ ഗവൺമെന്റിന്റെ ബൈലോ പ്രകാരം നയപരമായും നിയമപരമായും അംഗീകാരം ലഭിക്കാൻ പോലും പര്യാപ്തമല്ലാത്തവണ്ണം പരിമിതമായ സൗകര്യത്തിലാണ് ഒരു പതിറ്റാണ്ട് കാലമായിട്ട് നമ്മുടെ മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജ് ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. 2013 മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജ് പ്രഖ്യാപിക്കുന്നത്. 2014 കൊല്ലത്തും ആലപ്പുഴയിലും മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചു. 2016 കോന്നിയിൽ മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചു. 2019 കാസർഗോഡ് മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചു. 2013 മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജ് പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് ഇതുവരെ ഗവൺമെന്റ് അനുവദിച്ച തുക എന്ന് പറയുന്നത് 13 കോടി രൂപയാണ്. ആ 13 കോടിയിൽ 1 കോടി രൂപ അതിന്റെ സർവേയും മറ്റും എന്നുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് അവർ ലാപ്സാക്കി കളഞ്ഞു. ഇനിയുള്ളത് 12 കോടിയാണ്. എന്നാൽ 2013 മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചതിനും 3 വർഷങ്ങൾക്ക് ശേഷം കോന്നിയിൽ പ്രഖ്യാപിച്ച പത്തനംതിട്ട ജില്ലയിലെ മെഡിക്കൽ കോളേജ്, അവിടെ സ്ഥലമേറ്റെടുക്കാൻ നബാർഡിന്റെ കൂടി സഹായത്തോടു കൂടി 200 കോടി രൂപയാണ്. മലപ്പുറത്തിന് തന്നത് 13 കോടി രൂപ. ആ 13 കോടി രൂപയിൽ 12 കോടി രൂപ ഇപ്പോഴും ചെലവാക്കിയിട്ടില്ല. എന്നാൽ നമുക്ക് ശേഷം വന്ന 3 വർഷങ്ങൾക്ക് ശേഷം വന്ന കോന്നിയിലെ മെഡിക്കൽ കോളേജിന് സർക്കാർ പ്രഖ്യാപിച്ചത് നബാർഡിന്റെ സഹായത്തോടു കൂടി 200 കോടി രൂപയാണ്. ആ 200 കോടി രൂപക്ക് പൊന്നും വിലക്ക് 50 ഏക്കർ വാങ്ങിയിട്ട് അവിടെ മെഡിക്കൽ കോളേജിന്റെ ബിൽഡിങ്ങും സൗകര്യങ്ങളും ഉണ്ടാക്കാൻ പിന്നീട് 336 കോടി രൂപ കോന്നിയിലെ മെഡിക്കൽ കോളേജിന് കൊടുത്തു. അങ്ങനെ നാളിതുവരെ ആയിട്ട് കേന്ദ്ര ഫണ്ടായും കേരള ഫണ്ടായും നബാർഡിന്റെ ഫണ്ടായും വ്യത്യസ്ത ഫണ്ടുകളായിട്ട് 550ഓളം കോടി രൂപ പത്തനംതിട്ട ജില്ലയിലെ കോന്നി മെഡിക്കൽ കോളേജിന് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ വകവെച്ചു കൊടുത്തു. എന്നാൽ അതിനു മുമ്പ് വന്ന 10 വർഷങ്ങളായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ട് ഇപ്പോഴും ബോർഡ് മാറ്റൽ മാത്രം നടന്നിട്ടുള്ള മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജ്, അതിനാകെ കൂടി ഇതുവരെ കിട്ടിയ തുക എന്ന് പറയുന്നത് 40 ചില്ലാനം കോടി രൂപയാണ്. ഈ വിവേചനത്തെയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരത്തിലൂടെ തുറന്നു കാണിക്കുന്നത്. 12 ലക്ഷം ആളുകൾ താമസിക്കുന്ന അല്ലെങ്കിൽ 13 ലക്ഷം ആളുകൾ താമസിക്കുന്ന പത്തനംതിട്ട ജില്ലക്ക് 536 കോടി കൊടുക്കാൻ കഴിയുമ്പോൾ 1/2 കോടി മനുഷ്യർ വസിക്കുന്ന മലപ്പുറത്തിന് കൊടുത്ത മെഡിക്കൽ കോളേജിന് ആകെ കൂടി കൊടുത്തത് 40 കോടിയാണ്. അവർക്ക് കൊടുത്തതിന്റെ 10-1 പോലും മലപ്പുറത്ത് തരാത്ത ഈ വികസന വിവേചന ഭീകരതയുണ്ടല്ലോ, അതിനെയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് തെരുവിൽ ചോദ്യം ചെയ്യാൻ ഈ നിവർത്തന പ്രക്ഷോഭത്തിലൂടെ ആഗ്രഹിക്കുന്നത് എന്ന് വേങ്ങരക്കാർ തിരിച്ചറിയണം. എത്ര കൊടിയ വിവേചനമാണ്! പത്തനംതിട്ട ജില്ലയും കേരളത്തിലാണ്, മലപ്പുറവും കേരളത്തിലാണ്. അവിടെ അത് വരണ്ട എന്ന അഭിപ്രായം ഫ്രട്ടേണിറ്റി
ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഇല്ല. പക്ഷേ 1/2 കോടി മനുഷ്യർ വസിക്കുന്ന മലപ്പുറത്തുകാരനും നികുതി കൊടുക്കുന്നുണ്ട് എന്ന് ഇവിടുത്തെ ഭരണകർത്താക്കൾ തിരിച്ചറിയണം. അവിടെ 536 കോടി കൊടുക്കുമ്പോ ഇവിടെ 40 കോടി. എന്നിട്ടോ അവിടെ പൊന്നും വിലക്കാണ് ഭൂമി വാങ്ങിയത്. 200 കോടി രൂപ നബാർഡിന്റെ കൂടി ഫണ്ടോട് കൂടി പൊന്നും വിലക്ക് ഭൂമി വാങ്ങി. എന്നാൽ മഞ്ചേരിയിൽ വെട്ടേക്കാടുള്ള പ്രദേശ നിവാസികൾ പറഞ്ഞു 25 ഏക്കർ ഭൂമി ഞങ്ങൾ വെറുതെ തരാം. നമ്മുടെ ജില്ലക്ക് ഒരു മെഡിക്കൽ കോളേജ് വരുമല്ലോ, നമ്മുടെ ജില്ലയിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജ് വരുമല്ലോ എന്ന് വിചാരിച്ച് വെട്ടേക്കാടുള്ള പ്രദേശ നിവാസികൾ 25 ഏക്കർ ഭൂമി തീർത്തും സൗജന്യമായിട്ട് നൽകാൻ ഗവൺമെന്റ് നൽകാൻ സന്നദ്ധമായി. ബാക്കി 25 ഏക്കർ സർക്കാർ പറയുന്ന പണത്തിന് നൽകാം. 25 ഏക്കർ സൗജന്യമായി കൊടുക്കാം, 25 ഏക്കർ സർക്കാർ പറയുന്ന പണത്തിന് നൽകാമെന്ന് പറഞ്ഞിട്ടും 12 വർഷക്കാലമായിട്ട് അതിലൊരു നടപടിയും സ്വീകരിക്കാത്ത ഗവൺമെന്റുകളാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എന്തിനാണ് ഈ വിവേചനം? എന്തിനാണ് ഈ വിവേചനം? മലപ്പുറത്തോട് മാത്രം ഈ വിവേചനം എന്തുകൊണ്ട് ഭരണകൂടങ്ങൾ സ്വീകരിക്കുന്നു എന്ന ചോദ്യമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ നിവർത്തന പ്രക്ഷോഭത്തിലൂടെ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഡിമാൻഡ്. അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം മഞ്ചേരിയിൽ പ്രദേശനിവാസികൾ, വെട്ടേക്കാടുള്ള പ്രദേശനിവാസികൾ നൽകാമെന്ന് പറഞ്ഞ 50 ഏക്കർ ഭൂമി അടിയന്തരമായി ഏറ്റെടുക്കണം. അവിടെ ഏറ്റെടുത്തിട്ട് ഒരു സ്റ്റാൻഡേർഡ് മെഡിക്കൽ കോളേജിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാകുമോ ആ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു അത്യാധുനികമായ ഒരു മെഡിക്കൽ കോളേജ്, കൂടുതലൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. കോന്നിയിൽ വന്നതുപോലത്തെ ഒരു മെഡിക്കൽ കോളേജ് മലപ്പുറത്ത് മഞ്ചേരിയിലും വരണം എന്ന ഡിമാൻഡാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ആവശ്യമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ ഞങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം നമ്മുടെ തീരദേശ മേഖല. മലപ്പുറം ജില്ലയിലെ തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വിദ്യാഭ്യാസപരവും തൊഴിൽപരവുമായ മുന്നേറ്റത്തിന് ഒന്നാം പിണറായി സർക്കാർ പ്രഖ്യാപിച്ച ഒരു ഫിഷറീസ് കോളേജ് ഉണ്ടായിരുന്നു. നമ്മുടെ തീരദേശ മേഖലയിൽ നമുക്കൊരു ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളുണ്ട്. ആ ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളിൽ പഠനം പൂർത്തിയാക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെ ഉപരിപഠനത്തിന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കാൻ ഒരു ഫിഷറീസ് കോളേജ് ഇത് സ്ഥാപിക്കുമെന്ന് ഒന്നാം പിണറായി സർക്കാർ നൽകിയ വാക്കാണ്. പക്ഷേ ഇപ്പോഴും മലപ്പുറത്തെ തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികളുടെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ച് അതിന് ഫണ്ട് അനുവദിച്ച് ആ പദ്ധതി നടപ്പിലാക്കാൻ കേരളത്തിലെ ഭരണകൂടം സന്നദ്ധമായിട്ടില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മുടെ തീരദേശ മേഖലയിൽ ഫിഷറീസ് കോളേജ് അടിയന്തരമായി പ്രഖ്യാപിക്കണമെന്ന ഡിമാൻഡാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരത്തിലൂടെ ഉയർത്താൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഡിമാൻഡ്. അതുപോലെ നമ്മുടെ നാട് മലപ്പുറം എന്ന് പറയുന്നത് ഒരുപാട് കായിക താരങ്ങളെ ലോകത്തിന് സംഭാവന ചെയ്ത മണ്ണാണ്. നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മെസ്സിയെ കൊണ്ടുവരണ്ട എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. പക്ഷേ കേരളത്തിലേക്ക് അർജന്റീനയുടെ കളിക്കാരൻ ലയണൽ മെസ്സിയെ കൊണ്ടുവരാനുള്ള ചർച്ച നടക്കുമ്പോൾ, ആ ചർച്ച ആരംഭിക്കുമ്പോൾ കേരളത്തിൽ മലപ്പുറത്ത് നിന്ന് ഒരു വിമത ശബ്ദം ഉയർന്നു. അതാരാ? ISLലെ ഇന്ത്യയിലെ തന്നെ പ്രമുഖനായ കളിക്കാരൻ ആഷിഖ് കുരുണിയൻ. മലപ്പുറത്തുകാരനായ ആഷിഖ് കുരുണിയൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ മെസ്സിയെ കൊണ്ടുവരാൻ ചെലവഴിക്കുന്ന പണത്തിന്റെ ഒരു പങ്കെങ്കിലും മലപ്പുറത്തെ കായിക താല്പര്യരായ ആളുകൾക്ക് വേണ്ടി ചെലവഴിക്കണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്ന രംഗം മലപ്പുറവും കേരളവും കണ്ടതാണ്. അഥവാ ഇവിടെ പേരെടുക്കാനുള്ള, ക്രെഡിറ്റ് എടുക്കാനുള്ള മാമാങ്ങൾക്കപ്പുറത്തേക്ക് മലപ്പുറത്തിന്റെ കായികപരമായ മുന്നേറ്റത്തിന്, മലപ്പുറത്തെ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും കായികപരമായ ശേഷിയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനവും നമ്മുടെ മലപ്പുറത്തില്ല എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്ന അടുത്ത ആവശ്യം ഒരു കായിക സർവകലാശാല മലപ്പുറത്ത് സ്ഥാപിക്കണമെന്നതാണ്. കായിക സർവകലാശാല സ്ഥാപിക്കുകയും ഇവിടുത്തെ കായിക തൽപരരായ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും തൊഴിൽപരവും കായികപരവുമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട BPEd പോലെയുള്ള കോഴ്സുകൾ ഉൾപ്പെടെയുള്ള തൊഴിൽപരമായ സൗകര്യങ്ങൾ കൂടി ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള ഒരു കായിക സർവകലാശാല മലപ്പുറത്തിന് അടിയന്തരമായിട്ട് അനുവദിക്കണമെന്ന ഡിമാൻഡാണ് നിവർത്തന പ്രക്ഷോഭത്തിലൂടുകൂടി ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഉയർത്തുന്ന അടുത്ത ഒരു മുദ്രാവാക്യം. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ യൂണിവേഴ്സിറ്റികൾക്കും കോളേജുകൾക്കും അംഗീകാരം നൽകുന്ന ഔദ്യോഗിക ബോഡിയാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ, UGC.
UGC മാനദണ്ഡ പ്രകാരമാണ് നമ്മുടെ നാട്ടിലെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെയും സംവിധാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. UGCയുടെ ഒരു മാനദണ്ഡമുണ്ട്. ഒരു യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ പരമാവധി അഫിലിയേറ്റ് ചെയ്യാവുന്ന കോളേജുകളുടെ എണ്ണം എന്ന് പറയുന്നത് 100 പരമാവധി മാക്സിമം ലിമിറ്റാണ്. 100 കോളേജുകൾ ആണ് പരമാവധി ഒരു യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ അഫിലിയേറ്റ് ചെയ്യാൻ സാധിക്കുക. എന്നാൽ മലപ്പുറത്ത് തേഞ്ഞിപ്പലത്ത് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിലവിൽ 413 കോളേജുകൾ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. UGCയുടെ കണക്കെടുത്താൽ, UGCയുടെ ചട്ടം നോക്കിയാൽ 4 യൂണിവേഴ്സിറ്റി വേണ്ടിടത്താണ് നമുക്ക് ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉള്ളത്. 4 യൂണിവേഴ്സിറ്റി വേണ്ടിടത്താണ് നമുക്കൊരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉള്ളത്. മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം 137 കോളേജുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയും UGCയുടെ മാനദണ്ഡ പ്രകാരം കൂടുതലാണ്. അതുകൊണ്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ നിവർത്തന പ്രക്ഷോഭത്തിലൂടെ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഡിമാൻഡ് എന്ന് പറയുന്നത്, മലപ്പുറം ജില്ലയിൽ തന്നെ 137 കോളേജുകൾ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിലനിൽക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ മലപ്പുറം ജില്ലക്ക് മാത്രമായി ക്രമീകരിക്കണമെന്ന ഡിമാൻഡാണ് ഈ നിവർത്തന പ്രക്ഷോഭത്തിലൂടെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഡിമാൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ, തേഞ്ഞിപ്പലത്തുള്ള യൂണിവേഴ്സിറ്റിയെ മലപ്പുറം ജില്ലയിലെ കോളേജുകൾ മാത്രം നോക്കാനുള്ള യൂണിവേഴ്സിറ്റി ആക്കിയിട്ട് ക്രമീകരിക്കണം. ബാക്കിയുള്ള ജില്ലകൾക്ക് വേറെ യൂണിവേഴ്സിറ്റിയെ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ള ഡിമാൻഡാണ് ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, മലപ്പുറത്തുകാരൻ്റെ വിദ്യാഭ്യാസപരവും തൊഴിൽപരവും സാമൂഹികപരവുമായിട്ടുള്ള മുന്നേറ്റങ്ങളുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോക്കിനെ കുറിച്ചാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരത്തിലൂടെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഒരു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം എന്ന നിലക്ക് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട മേഖലയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഡിമാൻഡുകളാണ് ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്നത്. അതിനർത്ഥം ഇവിടുത്തെ മറ്റു മേഖലയിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നതല്ല. നമുക്കറിയാം, നമ്മുടെ KSRTC ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോൾ ഒരേ ദിവസം ഒരേ ഗവൺമെന്റ് ഓർഡറിൽ ഒരേ ജിയോ നമ്പറിൽ കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട 3 KSRTC ആസ്ഥാനങ്ങളാണ്. കോഴിക്കോടുള്ള KSRTC ആസ്ഥാനവും, തിരുവനന്തപുരത്ത് തമ്പാനൂരിലുള്ള KSRTC ആസ്ഥാനവും, മലപ്പുറം ടൗണിലുള്ള KSRTC ആസ്ഥാനം ഒരേ ദിവസം ഒരേ ജിയോ നമ്പറിൽ പുറപ്പെടുവിച്ചതാണ് അതിന്റെ ഉത്തരവ്. നിങ്ങൾ കോഴിക്കോട് പോകുന്ന ആളുകളാണ്. കോഴിക്കോടുള്ള KSRTCയുടെ ആസ്ഥാനം അതിന്റെ പണി കഴിഞ്ഞു, അത് കമ്മീഷൻ ചെയ്തു, ആളുകൾ ഉപയോഗിച്ചു, അത് പഴകി. എന്നിട്ട് അതിന്റെ പുനരുദ്ധാരണം നടത്താൻ വേണ്ടി ഗവൺമെന്റ് ഇപ്പോൾ റീടെൻഡർ വിളിച്ചിരിക്കുകയാണ്. തമ്പാനൂർ പോയിട്ടുള്ള ആളുകളാണ് നമ്മളിൽ മഹാഭൂരിഭാഗം ആളുകളും. തിരുവനന്തപുരത്തുള്ള തമ്പാനൂരിലുള്ള KSRTCയുടെ ആസ്ഥാനത്തിൽ നിങ്ങൾക്ക് പോയാൽ കാണാം, ഇതുപോലെ അതിന്റെ പണി പൂർത്തിയായി, കമ്മീഷൻ ചെയ്തു, ഉദ്ഘാടനം ചെയ്തു, ആളുകൾ ഉപയോഗിച്ചു. ഇപ്പൊ അതിന്റെ പഴക്കം വന്നപ്പോ അതിന് റീടെൻഡർ വിളിച്ചിരിക്കുകയാണ് അതിന്റെ റിനോവേഷൻ പ്രോസസ്സിന് വേണ്ടി. ഒരേ ഓർഡറിൽ ഒരേ ജിയോ നമ്പറിൽ കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട 3ാമത്തെ KSRTCയുടെ ആസ്ഥാനമാണ് മലപ്പുറത്തുള്ള KSRTCയുടെ ആസ്ഥാനം. ആ KSRTC ആസ്ഥാനം എങ്ങനെയാണോ തുടങ്ങിയത് അവിടെ കിടക്കുകയാണ്. അതിന്റെ പണി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. എന്തിനാണ് മലപ്പുറത്തോട് മാത്രമായിട്ട് ഈ വിവേചനം ഭരണകൂടങ്ങൾ വെച്ചു പുലർത്തുന്നത് എന്ന ന്യായമായ ചോദ്യമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഉയർത്തുന്നത്. അത് മാത്രമല്ല, മലപ്പുറത്ത് നിന്ന് പുറപ്പെടുന്ന 23 KSRTC ബസ്സുകൾ, മലപ്പുറത്ത് നിന്ന് പുറപ്പെടുന്ന 23 KSRTC ബസ്സുകൾ യഥാർത്ഥത്തിൽ രേഖാപരമായി ഓർഡിനറി സർവീസാണ്. ഓർഡിനറി സർവീസ് ആയാലും എന്താ പ്രശ്നം? എല്ലാ നാട്ടിലും നിർത്തേണ്ടി വരും, അവിടെ നിന്ന് കുട്ടികൾ കയറും, അവർക്ക് കൺസെഷൻ കൊടുക്കേണ്ടി വരും. അങ്ങനെ മലപ്പുറത്തുകാരൻ ഒരു സൗകര്യവും ഉപയോഗപ്പെടുത്തരുത്, മലപ്പുറത്തെ തദ്ദേശീയർക്ക് അതിന്റെ ഗുണം കിട്ടരുത് എന്നതുകൊണ്ട് ഓർഡിനറി സ്റ്റാറ്റസ് ഉള്ള 23 KSRTCകൾ ഓർഡിനറി കം ടൗൺ ടു ടൗൺ ആക്കി മാറ്റി ഇപ്പൊ ടൗൺ ടു ടൗൺ ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ബസ്സിലൊന്നും മലപ്പുറത്തെ ഒരു കുട്ടിക്കും സ്റ്റുഡൻസ് കൺസെഷൻ ടിക്കറ്റ് കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ആ 23 ബസ്സും അടിയന്തരമായി ഓർഡിനറി ആയി പരിവർത്തിപ്പിച്ചുകൊണ്ട് അത് സ്റ്റുഡൻസിന് കൺസെഷൻ കിട്ടുന്ന തരത്തിലേക്ക് പരിവർത്തിപ്പിക്കണമെന്ന ഡിമാൻഡ് കൂടിയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ നിവർത്തന പ്രക്ഷോഭത്തിലൂടെ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് അത് മാത്രമല്ല, മലപ്പുറത്ത് യഥേഷ്ടം സ്റ്റുഡൻസ് ഉള്ളി KSRTC ബസ്സുകൾ, ഓർഡിനറി ബസ്സുകൾ മലപ്പുറത്തിന് അനുവദിക്കണമെന്നുള്ള ഡിമാൻഡ് കൂടി ഞങ്ങൾ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ഉന്നയിക്കുന്നു.
ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതോടൊപ്പം മലപ്പുറം ജില്ല അനുഭവിക്കുന്ന മലപ്പുറത്തോടുള്ള വലിയ വിവേചനത്തെക്കുറിച്ച്, മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള വലിയ ബ്രാൻഡിങ്ങുകളെ കുറിച്ച് കൂടി സംസാരിച്ചു കൊണ്ടാണ് ഞങ്ങൾ ഈ ജാഥ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മലപ്പുറം ജില്ലയുടെ തുടക്കം മുതൽ 969 956 ഐക്യ കേരളം രൂപീകരിക്കുമ്പോൾ കേരളത്തിൽ 14 ജില്ലകളില്ല. കേരളത്തിലെ 14 ജില്ലകളും ഐക്യ കേരളത്തിന്റെ കാലഘട്ടത്തിൽ, അതിനുശേഷം എത്രയോ ജില്ലകൾ കേരളത്തിൽ രൂപപ്പെട്ടതിന്റെ 981 മലപ്പുറത്തിന് ശേഷം വന്ന ജില്ലയാണ് 981 കെ കരുണാകരൻ നായർ MLA നേതൃത്വത്തിൽ വന്ന 12 ജില്ല. എന്നാൽ 969 മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോ മലപ്പുറത്ത് വഴിക്കടവ് നിന്ന് പൊന്നാനിയിലേക്ക് ഒരു യാത്ര നടത്തി. എന്താ? മലപ്പുറം ജില്ല രൂപീകരിച്ചാൽ അതൊരു കുട്ടി പാകിസ്ഥാനായി ഈ പ്രദേശം മാറും എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ആ ജാഥ നടത്തിയാൽ, ദൗർഭാഗ്യവശാൽ ആ ജാഥക്ക് നേതൃത്വം കൊടുത്തത് അന്നത്തെ KPCCയുടെ നേതാവായിരുന്ന ആര്യാട മുഹമ്മദാണ്. ആര്യാട മുഹമ്മദാണെന്ന് ആ ജാഥ നടത്തിയത്. അഥവാ മലപ്പുറം ജില്ല രൂപീകരിച്ച ഒന്നാമത്തെ ദിവസം മുതൽ മലപ്പുറം ജില്ലയെ അപരവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ വ്യത്യസ്തങ്ങളായ ശക്തികൾ മലപ്പുറത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതിന്റെ ചരിത്രം 969 മുതൽ നിങ്ങൾക്ക് എടുത്തു കാണാൻ സാധിക്കും. 998 കേരളത്തിൽ ആദ്യമായിട്ട് +2 സംവിധാനം PJ ജോസഫ് EK നായനാരുടെ ഗവൺമെന്റ് നടപ്പിലാക്കുമ്പോൾ സ്കൂളുകൾ അനുവദിക്കുന്നതിൽ മലപ്പുറത്തോട് വലിയ വിവേചനം കാണിച്ചു. അങ്ങനെ മലപ്പുറത്തെ കുട്ടികൾ ഇവിടുന്ന് റിസൾട്ട് കുറഞ്ഞു, കേരളത്തിന്റെ റിസൾട്ട് കുറഞ്ഞു. അന്ന് 2001 മുതൽ 2006 വരെ AK ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോ 2002 സഖാവ് VS അച്യുതാനന്ദൻ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. എന്താണത്? സഖാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു, കേരളത്തിന്റെ വിജയശതമാനം കുറയാനുള്ള കാരണം മലപ്പുറത്തെ കുട്ടികൾ കൂട്ടമായിട്ട് തോൽക്കുന്നതാണ്. എന്നാൽ 2002 മുതൽ മലപ്പുറം ജില്ലയിൽ വിജയബേരി പദ്ധതി ആരംഭിക്കുകയും മലപ്പുറത്തിന്റെ വിജയശതമാനം വർദ്ധിപ്പിക്കാനുള്ള നിതാന്തമായ ശ്രമങ്ങളിലൂടെ ജില്ലാ ഭരണകൂടവും പ്രാദേശിക ഭരണകൂടങ്ങളും നമ്മുടെ നാട്ടുകാരും എല്ലാവരും ചേർന്ന് മലപ്പുറത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കൈകോർത്തു. അങ്ങനെ മലപ്പുറത്തിന്റെ വിജയശതമാനം വർദ്ധിച്ചു. 2 വർഷം കഴിഞ്ഞപ്പം ഇതേ VS അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ പ്രസ്താവന മാറ്റി. മലപ്പുറത്തെ കുട്ടികൾ വിജയിക്കുന്നത് കോപ്പി അടിച്ചിട്ടാണ് എന്ന ആക്ഷേപമാണ് അന്ന് VS അച്യുതാനന്ദൻ മലപ്പുറത്തിനെതിരെ ഉന്നയിച്ചത്. എത്ര ഭീകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്! മലപ്പുറത്തെ കുറിച്ച്, മലപ്പുറത്തെ അപരവൽക്കരിക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ ചരിത്രത്തിന്റെ എല്ലാ ഘട്ടത്തിലും ഇടതുപക്ഷം പുലർത്തിയിട്ടുണ്ടോ എന്നതിന് തെളിവാണത്. നമുക്കറിയാം, മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇവിടെ റിസൾട്ട് വരുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പറയുകയാണ്, മലപ്പുറത്തിന്റെ ഉള്ളടക്കം എന്നാൽ വർഗീയമാണ് എന്നാണ്. മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണ് എന്ന് പറഞ്ഞത് CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കടകംപള്ളി സുരേന്ദ്രൻ MLA ആണ്. ആലപ്പുഴ ജില്ലയിലെ ആലപ്പാട് കരിമണൽ ഗർത്തക്കെതിരെ സമരം ചെയ്തപ്പോ ആലപ്പാടുള്ള സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് മലപ്പുറത്ത് നിന്ന് വന്ന തീവ്രവാദികളാണ് എന്ന് പറഞ്ഞത് BJPയിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്ത് കാത്തു നിൽക്കുന്ന CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനാണ്. മലപ്പുറത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ദേശീയപാതയുമായി ബന്ധപ്പെട്ട സമരം നടന്നപ്പോ, ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട സമരം നടന്നപ്പോ അത് തീവ്രവാദികളും വർഗീയവാദികളുമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞത് മലപ്പുറം നഗരത്തിൽ പെറ്റുവീണ വിജയരാഘവൻ എന്ന് പറയുന്ന CPMന്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അങ്ങനെ മലപ്പുറത്തെ കുറിച്ച് നിരന്തരമായി വംശീയവും വർഗീയവുമായിട്ടുള്ള പ്രതിച്ഛായകളിൽ മലപ്പുറത്തെ തളച്ചിടാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ചും CPMന്റെ ഭാഗത്ത് നിന്ന് വളരെ പ്രചണ്ഡമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഒടുവിലത്തേതാണ് കുറുക്കോളി മൊയ്തീൻ MLAക്കെതിരെ പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന. മലപ്പുറത്തുകാരനൊരു ഡിമാൻഡ് ഉന്നയിച്ചാൽ, മലപ്പുറത്തെ MLA ഒരു ഡിമാൻഡ് ഉന്നയിച്ചാൽ അതിനെ സഭയിൽ കളിയാക്കുന്ന തലത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ മാനസികാവസ്ഥ മാറിയിരിക്കുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയും CPMന്റെ നേതാക്കളും മലപ്പുറത്തെ അപരവൽക്കരിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുമ്പോൾ അത് തിരുത്താൻ ബാധിതപ്പെട്ട ചില ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ മലപ്പുറത്തുണ്ടായിരുന്നു. ആ നേതാക്കൾ ഇടതുപക്ഷത്തിന്റെ സംസ്ഥാന നേതാക്കളും കേന്ദ്ര നേതാക്കളും നടത്തിക്കൊണ്ടിരിക്കുന്ന വംശീയ പ്രസ്താവനകൾക്ക് അടിവരയിട്ടുകൊണ്ട് അതിന് കയ്യൊപ്പ് ചാർത്തുന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നത് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് CPMന്റെ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ പേരമക്കളെ താരാട്ട് പാടുന്ന
പാട്ട് പാടേണ്ട ഗതികേടിലേക്ക് ആ MLA പോയത് എന്നുകൂടി അദ്ദേഹം മനസ്സിലാക്കേണ്ടത്. CPM-ന്റെ മലപ്പുറം ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ അതിന്റെ സംഘാടക സമിതിയിൽ പോലും വരാൻ സാധ്യമാകാതെ പേരക്കുട്ടിക്ക് താരാട്ട് പാട്ട് പാടേണ്ട ഗതികേടിലേക്ക് ഡോക്ടർ KT ജലീൽ പോയത് സ്വന്തം പിറന്നു വീണ മണ്ണിനെ ഇടതുപക്ഷത്തിനും അധികാരത്തിനും വേണ്ടി ഒറ്റുകൊടുക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയണമെന്നാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന് ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് മലപ്പുറത്തെ അപരവൽക്കരിക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ സഭയിൽ ഒരു പ്രസ്താവന നടത്തി. വ്യത്യസ്തങ്ങളായ സംഘടനകളെ കുറിച്ച്, വെൽഫെയർ പാർട്ടിയെ കുറിച്ച് നിരന്തരമായി അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ചില മതസംഘടനകളെ കുറിച്ച്, പ്രത്യേകിച്ചും ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടക്കുറിയാക്കി വെച്ച് അദ്ദേഹം പ്രസ്താവനകൾ നടത്തുന്നു. ഇന്നലെ അദ്ദേഹം പറഞ്ഞത്, സാമൂഹികമായിട്ടുള്ള ഇവിടുത്തെ പ്രശ്നങ്ങളെ ഉന്നയിക്കുമ്പോൾ ഈ നാട്ടിൽ സാമൂഹികമായും സാംസ്കാരികമായും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ചും വികസനപരമായും പ്രദേശങ്ങളും സമുദായങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് മലപ്പുറത്തും കേരളത്തിലും സോളിഡാരിറ്റി എന്ന് പറയുന്ന സംഘടന. ആ സംഘടനയെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ സഭയിൽ നടത്തിയ പ്രസ്താവന എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം അത് സാമൂഹ്യ വിരുദ്ധരാണ് എന്നാണ്. അഥവാ ഇവിടെ മെഡിക്കൽ കോളേജ് വേണമെന്ന് പറയുമ്പോൾ ഇവിടെ ചില വിഭാഗങ്ങൾ അന്യായമായിട്ട് അറ്റാക്ക് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ, ഇവിടെ ചില സമുദായങ്ങളെ മതപരമായും ജാതിപരമായും മാറ്റി നിർത്തുന്നു എന്ന് പറയുമ്പോൾ അത് സാമൂഹിക വിരുദ്ധരുടെ പ്രസ്താവനയാണ് എന്ന് നിയമസഭയിൽ പറയാൻ മാത്രം വംശീയമായി ചിന്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് അദ്ദേഹം ഇന്നലെ നിയമസഭയിൽ നടത്തിയ പ്രസ്താവന. അങ്ങനെ മതസംഘടനകളെ കുറിച്ച്, ഏത് സംഘടനയെ കുറിച്ചാണ്, ഏത് മുസ്ലിം സംഘടനയെ കുറിച്ചാണ് ഇടതുപക്ഷം വിമർശനം ഉന്നയിക്കാത്തത്? ആരെക്കുറിച്ച്? വിസ്ഡം മുജാഹിദുകാരെ കുറിച്ച് എന്താ പറഞ്ഞത്? പറവൂരിലെ വിസ്ഡം മുജാഹിദ് പ്രവർത്തകർ പ്രബോധന പ്രവർത്തനങ്ങളും ഭരണഘടന അനുവദിക്കുന്നതാണ് പ്രബോധന പ്രവർത്തനം. അവരുടെ പ്രബോധന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോ സംഘപരിവാറിന്റെ ആളുകൾ വിസ്ഡം മുജാഹിദിന്റെ പ്രവർത്തകരെ അറ്റാക്ക് ചെയ്തപ്പോ അവരെ ആക്രമിച്ച സംഘപരിവാറിന്റെ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം ആക്രമിക്കപ്പെട്ട വിസ്ഡം മുജാഹിദിന്റെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും സംഘപരിവാറിന് വഴിമരുന്നിട്ട് കൊടുക്കുന്ന പണിയാണ് വിസ്ഡം മുജാഹിദ് നടത്തുന്നത് എന്ന പ്രസ്താവന നടത്തിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ഏത് സമുദായത്തെയാണ്, ഏത് സംഘടനയെ കുറിച്ചാണ് അവർ ആക്ഷേപം ഉന്നയിക്കാത്തത്? മുസ്ലിം ലീഗിനെ കുറിച്ച് എന്തൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്? മുസ്ലിം ലീഗിനെ കുറിച്ച് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ്, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ യോഗി ആദിത്യനാഥിനോട് ഉപമിച്ചത് ആരാണ്? CPM-ന്റെ നേതാക്കളാണ്. BJP-യിൽ വിഷം തുപ്പുന്ന യോഗി ആദിത്യനാഥിനോട് മുസ്ലിം ലീഗിന്റെ സമാദരണീയനായ സംസ്ഥാന അധ്യക്ഷനെ ഉപമിച്ചത് CPM ആണ്. മുസ്ലിം സംഘടനകളിൽപ്പെട്ട മുഴുവൻ ആളുകളെയും അപരവൽക്കരിക്കുകയും അവരെ പൈശാചികവൽക്കരിക്കുകയും അവരെ വർഗീയവാദികളും തീവ്രവാദികളുമാക്കി ചാപ്പകുത്തുകയും ചെയ്തുകൊണ്ട് മാറ്റി നിർത്താനുള്ള നിരന്തരമായ പരിശ്രമങ്ങൾ ഇടതുപക്ഷം ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഇടതുപക്ഷത്തോട് പറയാനുള്ളത്, നിങ്ങൾ ഭൂരിപക്ഷ വോട്ടിനെ ലാക്കാക്കിക്കൊണ്ടാണ് ഈ മുസ്ലിം വിരുദ്ധ നിലപാടുകൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ കേരളത്തിലെ ഹിന്ദു സമുദായത്തെ, കേരളത്തിലെ ഹൈന്ദവ സമുദായത്തെ നിങ്ങൾ വില കുറച്ച് കാണരുത് എന്നാണ് ഇടതുപക്ഷത്തോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിലെ ഹിന്ദു സമുദായം അവർ പുലർത്തിയ മതേതര മനസ്സുകൊണ്ടാണ് കേരളം ഇതുവരെ BJP-ക്ക് വഴിപ്പെടാതെ പോയത് എന്നെങ്കിലും ചുരുങ്ങിയത് CPM തിരിച്ചറിയണം. ആ ഹൈന്ദവ സമുദായത്തെ, ഹിന്ദു സമുദായത്തെ നിങ്ങൾ വില കുറച്ച് കാണരുത് എന്നാണ് ഇവിടുത്തെ CPM-നോട് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അങ്ങനെ ഹിന്ദു വോട്ടിനെ ലാക്കാക്കിക്കൊണ്ട് മുസ്ലിങ്ങളെ തെറി വിളിച്ചാൽ, മുസ്ലിങ്ങളെ അപരവൽക്കരിച്ചാൽ, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ തെറി പറഞ്ഞാൽ, അവരെ പൈശാചികവൽക്കരിച്ചാൽ മുഴുവൻ ഹിന്ദുക്കളും CPM-ന് വോട്ട് ചെയ്യുമെന്നുള്ള ബുദ്ധി CPM-ന് ആരാണ് ഉപദേശിച്ചു കൊടുക്കുന്നത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ആ ബുദ്ധിയിൽ വീണു പോകുന്നവരല്ല കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികളെന്ന് CPM തിരിച്ചറിയണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലലും പായേരും പറയുന്ന ഒരു സമൂഹം മാത്രമല്ല മലപ്പുറം എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ഞങ്ങളെ അരികുവൽക്കരിക്കാൻ ശ്രമിച്ചു, നിങ്ങൾ ഞങ്ങളെ മാറ്റി നിർത്താൻ ശ്രമിച്ചു. ഞങ്ങളെ മാറ്റി നിർത്താൻ ശ്രമിച്ചിടത്തൊക്കെ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വന്ന ഒരു ചരിത്രമാണ് മലപ്പുറത്തിനുള്ളത്. അങ്ങ് തെക്കൻ കേരളത്തിൽ ഒരു ക്ലാസ് മുറിയിൽ 30 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്ന ശരാശരിയിൽ ക്ലാസ് മുറികൾ ഉണ്ടാകുമ്പോൾ 70 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്ന നിലയിലാണ് മലപ്പുറത്തെ +1 ക്ലാസ്സുകൾ ഉള്ളത്. ആ +1 ക്ലാസ്സുകളിൽ തിക്കി നിരന്ന് ഇരുന്ന് പഠിച്ചുകൊണ്ട് കേരളത്തിൽ
+1-ന്റെയും +2-ന്റെയും റിസൾട്ട് വരുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ full A+ വാങ്ങുന്ന ജില്ലയായി മലപ്പുറം എല്ലാ കാലവും ഉണ്ടായിട്ടുണ്ട് എന്ന് ഇടതുപക്ഷം തിരിച്ചറിയണം. ഞങ്ങൾ അരികുവൽക്കരിക്കാൻ ശ്രമിച്ചപ്പോൾ, ഞങ്ങൾ അപരവൽക്കരിക്കാൻ ശ്രമിച്ചപ്പോൾ ഉള്ള പരിമിതമായ സൗകര്യങ്ങളെ പോലും ഉപയോഗപ്പെടുത്തി ഞങ്ങളുടെ സാധ്യത വിദ്യാഭ്യാസത്തിന്റെ വഴിയാണ് എന്നും ഞങ്ങളുടെ വിമോചനത്തിന്റെ വഴി എന്ന് പറയുന്നത് അറിവിന്റെ വഴിയാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു സമൂഹമാണ് മലപ്പുറത്തെ ജനത എന്ന് ഇടതുപക്ഷം തിരിച്ചറിയണം. ഈ വർഷം നടന്ന കായികമേളയിൽ, സംസ്ഥാന കായികമേളയിൽ 1ാം സ്ഥാനത്തെത്തിയ ജില്ലയുടെ പേര് മലപ്പുറമാണെന്ന് പിണറായി വിജയൻ മനസ്സിലാക്കണം. കേരളത്തിലെ ശാസ്ത്രമേളയിൽ 1ാം സ്ഥാനത്തെത്തിയ ജില്ലയുടെ പേര് മലപ്പുറമാണെന്ന് ഇവിടത്തെ വിജയരാഘവനും അതുപോലെ CPM-ന്റെ വർഗീയവാദികളും തിരിച്ചറിയണം. ഏതേതൊക്കെ മേഖലയിൽ നിങ്ങൾ ഞങ്ങളെ മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ അവിടങ്ങളിലെല്ലാം അടുത്ത കാലത്ത് പള്ളിമുക്രിയായിട്ടുള്ള പള്ളിയിൽ നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? വിദ്യാഭ്യാസമില്ലാത്തവർ, നിരക്ഷരർ അഥവാ സംസ്കാരമില്ലാത്തവർ പള്ളിയിലെ ഒരു സാധാരണ മുക്രിയായിട്ടുള്ള ഒരു ഉസ്താദിന്റെ മകൾ പൈലറ്റ് പറത്തിയിട്ടുണ്ടെങ്കിൽ അത് മലപ്പുറത്തുകാരിയാണ് എന്ന് ഇടതുപക്ഷം തിരിച്ചറിയണം. ഞങ്ങൾ ലോകത്തിനും കേരളത്തിനും ഇന്ത്യക്കും ഞങ്ങളുടെ ശേഷി കൊണ്ട്, മനക്കരുത്തുകൊണ്ട്, ഇച്ഛാശക്തി കൊണ്ട് മറുപടി പറഞ്ഞൊരു ജനതയാണ് മലപ്പുറത്തെ ജനത എന്ന് ഇടതുപക്ഷം ഇനിയെങ്കിലും തിരിച്ചറിയണം. അങ്ങനെ ഞങ്ങൾ അരികുവൽക്കരിച്ച് ലാക്കാക്കി അല്ലെങ്കിൽ ഏതെങ്കിലും ഭീകരവാദ മുദ്ര ചാർത്തിക്കൊണ്ട് ഞങ്ങൾ സൈഡ് ലൈൻ ചെയ്യാമെന്ന് ഇടതുപക്ഷം വിചാരിക്കണ്ട. നിങ്ങൾ എന്ത് ചാപ്പ കുത്തിയാലും, നിങ്ങൾ എന്ത് വർഗീയവാദം പറഞ്ഞാലും, നിങ്ങൾ എന്ത് ഭീകരവാദികൾ എന്ന് വിളിച്ചാലും ഞങ്ങൾ ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അതിൻ്റെ അവസാനം വരെ ഞങ്ങൾ പോരാടിക്കൊണ്ടേയിരിക്കുമെന്ന് ഇടതുപക്ഷത്തെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഈ വർഷത്തെ ഞങ്ങളുടെ മലപ്പുറം മെമ്മോറിയൽ സമരം മാത്രം അതിന് നിങ്ങൾ ഉദാഹരണമായി എടുത്താൽ മതി. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ മലപ്പുറം എന്ന വികാരം ഉണ്ടാക്കണ്ട. ഇവിടെ സീറ്റുണ്ട്, സീറ്റ് ബാക്കിയാണ് എന്ന് പറഞ്ഞിടത്തുനിന്ന് ശിവൻകുട്ടിയെ കൊണ്ട് 7800 സീറ്റ് വാങ്ങിപ്പിച്ചു എന്ന് മാത്രമല്ല SFIയെ കൊണ്ട് മലപ്പുറം കലക്ട്രേറ്റിലേക്ക് സമരം ചെയ്യിച്ച സംഘടനയുടെ പേരാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്ന് ഇടതുപക്ഷം തിരിച്ചറിയണം. മലപ്പുറം ജില്ലയിലെ SFIക്ക് ജില്ലാ സമ്മേളനം നടത്തുമ്പോൾ മലപ്പുറത്ത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വേണം എന്ന് മെമ്മറാണ്ടം കൊടുക്കേണ്ടുന്ന, എന്ന് പ്രമേയം പാസ്സാക്കേണ്ടുന്ന ഒരവസ്ഥ സംജാതമാക്കിയത് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഉയർത്തുന്ന രാഷ്ട്രീയത്തിന്റെ കൂടി താല്പര്യത്തിലാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയാം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈ സമരം, എൻ്റെ സഹപ്രവർത്തകരോടാണ് എനിക്ക് പറയാൻ, നമ്മൾ ഈ സമരം തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ ചമ്മാട് നിന്ന് ആരംഭിച്ച ആ സമരം ബഹുമാന്യരായ മമ്പറതങ്ങന്മാരുടെ മക്കബറക്കരികിലൂടെ നമ്മൾ സലാം ചൊല്ലി കടന്നു പോകുന്ന സമരം നമ്മൾ ചേറൂർ ശുഹദാക്കളുടെ ഓർമ്മകൾ അയവിറക്കുന്ന ഈ വേങ്ങരയിൽ ഇന്ന് സമാപിക്കുമ്പോൾ നമ്മൾ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെല്ലാം, നമ്മൾ ഈ തെരുവിനെ, നമ്മളോട് ആളുകൾ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ പദയാത്രയൊക്കെ നടന്നത്? അതൊക്കെ ഒരു പഴഞ്ചൻ ഏർപ്പാടല്ലേ, അതിനൊക്കെ ആളെ കിട്ടുമോ? പക്ഷേ ഞങ്ങൾ തീരുമാനിച്ചു, ഇവിടത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും വിദ്യാർത്ഥി യുവജന സംഘടനകളും ഒഴിവാക്കിപ്പോയ ഒരു സ്ഥലമുണ്ട്. അത് കേരളത്തിന്റെ സമരത്തെരുവാണ്. ആ സമരത്തെരുവിനെ മലപ്പുറത്ത് പ്രചോദിപ്പിച്ച് നിർത്താൻ തീരുമാനിച്ചത് കൊണ്ടാണ് ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചത് എന്ന് എൻ്റെ സഹപ്രവർത്തകരും ഞങ്ങളെ കേൾക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരും തിരിച്ചറിയണം. അതുകൊണ്ട് മലപ്പുറത്ത് ഞങ്ങൾ ആരംഭിച്ച ഈ പദയാത്ര ഇനി 3 കൂടി ബാക്കിയുണ്ട്. നമ്മുടെ അവസാനത്തെ പദയാത്ര അവസാനിക്കുമ്പോൾ മലപ്പുറം നിവർത്തന പ്രക്ഷോഭം ഏതൊരു ലക്ഷ്യത്തിനും വേണ്ടിയാണോ നമ്മൾ പ്രഖ്യാപിക്കപ്പെട്ടത്, ആ ലക്ഷ്യത്തെ മലപ്പുറത്തെ മുഴുവൻ ജനതയും, മലപ്പുറത്തെ മുഴുവൻ മാധ്യമങ്ങളും, മലപ്പുറത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ അജണ്ടയായി സ്വീകരിച്ച് ഒരു മലപ്പുറം സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കാൻ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തുമാറ് ഒരു ഐതിഹാസികമായ പോരാട്ടമായിട്ട് ഇത് പരിവർത്തിപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് എനിക്ക് എൻ്റെ സഹപ്രവർത്തകരോട് ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളോട് പറയാനുള്ളത്, ഇത് ഫ്രട്ടേണിറ്റി മൂവ്മെന്റും വെൽഫെയർ പാർട്ടിയും മാത്രം നടത്തേണ്ട സമരമല്ല. നമ്മളെല്ലാവരും നമ്മൾ കൊടുക്കുന്ന നികുതിക്ക് ആനുപാതികമായിട്ടുള്ള വികസനം ലഭ്യമാകാനുള്ള എല്ലാ തരം ഭരണഘടനാപരമായ അവകാശവുമുള്ള ഒരു ജനതയാണ് മലപ്പുറത്തുകാരനെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പോരാട്ടത്തെ ശക്തിപ്പെടുത്താൻ ഫ്രട്ടേണിറ്റിയോടൊപ്പം നിങ്ങളെല്ലാവരും അണിനിരക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നൽകിയ ഊഷ്മളമായ ഈ സ്വീകരണത്തിന് ഫ്രട്ടേണിറ്റി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഭീം, ജയ് ഫ്രട്ടേണിറ്റി.